ഹരി ഓം ഗുരുജി. ഗുരുജി, മനുഷ്യർക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങ് നേരത്തെ വികാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഓരോ വികാരങ്ങളെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുത്തു നോക്കാം. അപ്പൊ അതിൽ പൊതുവെ മലയാളത്തിലുള്ളൊരു ചൊല്ലാണല്ലോ, കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ എന്താണ് ഈ അസൂയ എന്ന് പറയുന്നത്? അസൂയ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഉത്കർഷം ഉണ്ടാകുമ്പോൾ, അതായത് ഒരാൾക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ, എന്ത് കാര്യത്തിൽ വേണേ ആയിക്കോട്ടെ, അതിൽ നമുക്ക് അയാളോട് തോന്നുന്ന ഒരു തമോ വികാരമാണ് അസൂയ. അതായത് എന്നേക്കാൾ കൂടുതൽ സമ്പത്ത് അയാളുടെ കയ്യിലുണ്ട്, എന്നേക്കാൾ ബലം അയാൾക്ക് കൂടുതലുണ്ട്, എന്നേക്കാൾ ലോകം അയാളെയാണ് അംഗീകരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത്തരൊരു വികാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത്? അസൂയ എന്ന വികാരം. ഇതിന്റെ പരിഹാരം എന്താണ്? ഈ പറയുന്ന അഷ്ടരാഗങ്ങളാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംബ, അസൂയ തുടങ്ങിയ അഷ്ടരാഗങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള വികാരമാണ് ഈ പറഞ്ഞ അസൂയ. പറയാറുണ്ട്, നമ്മൾ ശത്രു കുഴപ്പക്കാരല്ല, പക്ഷെ അസൂയുള്ള സുഹൃത്താണെങ്കിലോ വലിയ അപകടകരമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടിരിക്കണം. ഇതിന് ചികിത്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹേതുവിൽ എന്ത് കാരണം കൊണ്ടാണോ, അതെന്താണോ അതിൻ്റെ ഹേതു, അതായത് എന്ത് കാരണം കൊണ്ടാണോ അസൂയ ഉണ്ടായത്, അതായത് മറ്റൊരാൾക്ക് ഉത്കർഷം ഉണ്ടായി, അയാൾ എന്നേക്കാൾ സമ്പന്നനാണ്, അല്ല എനിക്കതുപോലെ പറ്റുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ അയാൾ സമ്പന്നനായി, അതിലേക്ക് എൻ്റെ ബുദ്ധിയെയും എൻ്റെ മനസ്സിനെയും എൻ്റെ കർമ്മത്തെയും തിരിച്ചു വിടുക. അതായത് അതുപോലെ ചെയ്താൽ ഞാനും സമ്പന്നനാവുമല്ലോ, അതുപോലെ ഞാനും പ്രശസ്തനാവുമല്ലോ, ആ വഴി പരിശ്രമിച്ചു നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുള്ള ചികിത്സ. അപ്പൊ ഈ അസൂയ ശരിക്കും വരുന്നത് ഞാൻ എപ്പോഴും ടോപ്പിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കില്ലേ? ഞാൻ എപ്പോഴും ടോപ്പിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അസൂയ വരണമെന്നില്ല. അതെങ്ങനെയാ? എനിക്ക് മറ്റവനേക്കാൾ ഞാൻ താഴെയാണ് എന്നുള്ള വിചാരം കൊണ്ടല്ലേ അസൂയ ഉണ്ടാവുന്നത്. പക്ഷെ ഉയരാനുള്ളൊരു മോഹം ഒപ്പം ഉണ്ടാവുമല്ലോ. ഉണ്ടാവാറില്ലല്ലോ, അതുകൊണ്ടല്ലേ അസൂയ ഉണ്ടാവുന്നത്. ഉയരാനുള്ള മോഹം ഉണ്ടെങ്കിൽ അസൂയക്ക് പകരം നിന്റെ പ്രയത്നമായിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് എന്റെ ചികിത്സ. അസൂയ രോഗത്തിന്റെ ചികിത്സ എന്താണ്? ഈ എന്ത് കാരണം കൊണ്ടാണോ അസൂയ ഉണ്ടായത്, ആ കാര്യത്തെ നേടാനുള്ള ശ്രമം ഞാൻ നടത്തുക എന്നുള്ളതാണ് അതിന്റെ ചികിത്സ. അപ്പം എനിക്ക് ടോപ്പിൽ നിൽക്കണമെന്നുള്ള അതുകൊണ്ടല്ല, മറ്റൊരാൾ എന്നേക്കാൾ ടോപ്പിൽ പോകുന്നുവല്ലോ, എനിക്കതുപോലെ എത്താൻ പറ്റില്ലല്ലോ എന്നുള്ള വിചാരത്തിൽ നിന്ന് അസൂയ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നോക്കുമ്പം അസൂയക്കും മരുന്നുണ്ട്. തനിക്ക് വേണമെന്ന് വെച്ചാൽ തനിക്ക് അസൂയക്ക് മരുന്ന് പ്രയോഗിക്കാം. വേറൊരാളുടെ അസൂയക്ക് തനിക്ക് മരുന്ന് പ്രയോഗിക്കാൻ സാധ്യമല്ല. തൻ്റെ അസൂയ മാറ്റണമെങ്കിൽ, അസൂയ രോഗം തനിക്ക് വന്നാൽ തനിക്കത് മാറ്റണമെങ്കിൽ വേണമെങ്കിൽ മാറ്റാൻ സാധ്യമാണ്. അതേസമയം വേറൊരാൾ തൻ്റെ അസൂയ മാറ്റണമെന്ന് വെച്ച് പ്രവർത്തിച്ചാൽ നടക്കില്ല. ഗുരുജി, അപ്പൊ ബാക്കിയുള്ള വികാരങ്ങളില്ലേ, ഇപ്പം ദേഷ്യം, അതെങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ? എല്ലാ വികാരങ്ങളും ഓരോന്നോരോന്നും നമുക്കെടുത്ത് പിന്നെ പരിശോധിക്കാം. ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം. അതായത് കോപം, ദേഷ്യം, അത് പൊതുവെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോൾ അതെനിക്ക് നേടാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ ഉണ്ടാവും അനിയന്ത്രിതമായിട്ടുള്ള കോപം ഉണ്ടാവും. അത് അതിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. നമ്മൾ ഒരു വഴിക്ക് പോകണം, അത്യാവശ്യം അത് എത്തിച്ചേരണം, ഇന്റർവ്യൂവിന് പോകണമെന്ന് വെച്ചാൽ 9 മണിക്ക് എത്തിച്ചേരണം. ഞാൻ ഇറങ്ങിയത് 8:45. ശരിയായിരിക്കും, 10 മിനിറ്റ് യാത്രയുള്ളായിരിക്കും, പക്ഷെ ട്രാഫിക് ജാം. എന്ത് സംഭവിക്കും? ദേഷ്യം വരും. ട്രാഫിക് ജാമിനോട് ദേഷ്യം. എന്തൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെന്റിനോട് ദേഷ്യം, സർവരോടും ദേഷ്യം, അല്ലേ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ആഴത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമുക്കത് എത്തിപ്പെടാൻ നമ്മൾ നേരത്തെ സമയത്ത് ഇറങ്ങാഞ്ഞിട്ടോ മറ്റു കാര്യങ്ങളുണ്ടോ, എങ്കിലും ചില സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എത്ര നേരത്തെ ഇറങ്ങിയാൽ എങ്കിലും പലപ്പോഴും നമ്മുടെ ശരിയല്ലാത്ത പ്രവർത്തനം മൂലമാണ് മറ്റുള്ള മുകളിലും മറ്റുള്ള കാര്യങ്ങളിലും നമുക്ക് ദേഷ്യം ഉണ്ടാവാറ്. കാരണം നമ്മുടെ ആഗ്രഹം നടന്നില്ല, അതുകൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നു. പോകുന്ന വഴിയിൽ കാല് തട്ടി, ഒരു മരത്തിന്റെ വേര്, കാല് മുറിഞ്ഞു, ദേഷ്യം. ആരോടാ? മരത്തിന്റെ വേരിനോട്. അതെന്ത് ചെയ്തിട്ടാ? ഞാൻ ചെന്ന് തട്ടി, പക്ഷെ എന്റെ കാലിന് മുറിവ് വന്നാൽ ഇനി എന്ന് കരിയും, ഇതും കൊണ്ട് ഞാൻ നടക്കണ്ടേ, എന്ത് വേദനയായിരിക്കും. ഇത്തരം വിചാരങ്ങളിൽ നിന്ന് അത് സാധിക്കാത്തതുകൊണ്ട്, അതെനിക്ക് സുഖമായിരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ദേഷ്യം. ഇങ്ങനെയൊക്കെയാണ് ദേഷ്യത്തിന്റെ സ്വരൂപം.